ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുഫാൻ ഹാങ് ഓവറിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഊണിലും ഉറക്കത്തിലുമെല്ലാം ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ തൂഫാനാണ്. കാരണം അത്രയേറെ താല്പര്യത്തോടെ അദ്ദേഹം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണത്. ഇന്നലെ ദില്ലിയിലെത്തിയ ചെന്നിത്തല അവിടുത്തെ ഓണാഘോഷത്തിനിടെ പറഞ്ഞത് ഇത്തവണത്തെ ഓണത്തെ തൂഫാൻ ഓണമാക്കി ആഘോഷിക്കുകയാണ് എന്നാണ്. ഇന്ന് രാവിലെ ദില്ലിയിൽ വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ ചെന്നിത്തല നേരിട്ടൊരു പ്രധാന ചോദ്യം തൂഫാനിൽ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായതിനെ കുറിച്ചായിരുന്നു. അതിന് ചെന്നിത്തല നൽകിയ മറുപടിയെ പ്രകീർത്തിക്കുകയാണ് എല്ലാവരും. വേണമെങ്കിൽ ആ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്ദേഹത്തിന് വളരെ ശക്തമായ രാഷ്ട്രീയ മറുപടി നൽകാം. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചത് ഒരു ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണോ മറുപടി പറയേണ്ടത് ആ രീതിയിലായിരുന്നു. തൂഫാനിൽ രാഷ്ട്രീയമില്ലെന്ന തുടക്കം തൊട്ടുള്ള സർക്കാരിന്റെ നിലപാട് ചെന്നിത്തല ആവർത്തിക്കുന്നു. ഒപ്പം തന്നോട് അടുപ്പമുള്ള ആരെങ്കിലും ഈ കുറ്റകൃത്യം ചെയ്താലും അവർക്കും കൃത്യമായ ശിക്ഷ കിട്ടും, ഒരു ശുപാർശയും അംഗീകരിക്കില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. ഉടനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായപ്പോൾ CPM നടത്തിയ പ്രതികരണം ചൂണ്ടിക്കാട്ടിയും മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചു. അതിന് ചെന്നിത്തല പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയം കാണരുത് എന്നാണ്. ഒരു തലമുറയെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും ചെന്നിത്തല കേരളത്തോട് മൊത്തമായിട്ട് ആവശ്യപ്പെടുകയാണ് തന്റെ മറുപടിയിലൂടെ. അവിടെയാണ് ചെന്നിത്തലയുടെയും UDF സർക്കാരിന്റെയും രാഷ്ട്രീയ മാന്യത പ്രകടമായത്. CPMന്റെ അതേ സമീപനം കോൺഗ്രസും സ്വീകരിച്ചാൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ അറസ്റ്റിൽ പിണറായിയെയും MV ഗോവിന്ദനെയും CPMനെയും ഡിവൈഎഫ്ഐയെയും അടച്ചാക്ഷേപിച്ചും പ്രതിക്കൂട്ടിലാക്കിയും ഒക്കെ ചെന്നിത്തലയ്ക്ക് പ്രതികരിക്കാം. എന്നാൽ വളരെ പക്വതയോടെയുള്ള വാക്കുകളിലാണ് ചെന്നിത്തല തന്റെ പ്രതികരണം നടത്തിയത്. ഈ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന കയ്യടി കാണാം. പലരും പറയുന്നത് ഇങ്ങനെ വേണം പ്രതികരിക്കേണ്ടത് എന്നാണ്. ഡിവൈഎഫ്ഐക്കാരന് ഗോവിന്ദന്റെ സംരക്ഷണമുണ്ടെന്ന് പറഞ്ഞില്ല, പിണറായിയാണ് MDMA കൊടുത്തു വിട്ടതെന്ന് പറഞ്ഞില്ല. മാന്യമായ പ്രതികരണം. കോൺഗ്രസും CPMും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. ആ വാർത്തയുടെ കമന്റുകൾ ഈ രീതിയിൽ അങ്ങ് പോവുകയാണ്. MDMAയുമായി അറസ്റ്റിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പമുയർത്തി CPM അങ്ങേയറ്റം മോശമായ വിമർശനങ്ങളായിരുന്നു അടുത്തിടെ ഉയർത്തിവിട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മയക്കുമരുന്ന് കേന്ദ്രമായെന്നായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ ആരോപിച്ചത്. അതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് കിട്ടിയ ഒരു അവസരമാണിത്. ആ ഒരു അവസരമായിട്ട് അതിനെ കാണാം കോൺഗ്രസിന് വേണമെങ്കിൽ. പക്ഷേ അങ്ങനെ അവസരമാക്കി കാണുകയല്ല ചെന്നിത്തല ചെയ്തത്. മറിച്ച് ആ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യമാണ് പ്രധാനമെന്ന് വിളിച്ചു പറയുകയായിരുന്നു. അറസ്റ്റിലായ ഷിയാസ് എന്ന ഡിവൈഎഫ്ഐ നേതാവ് ഒരു ചെറിയ പുള്ളിയല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ചയാളാണ്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി വിലസിയിരുന്ന ആളുമാണ് ഷിയാസ്. ഷിയാസിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കൾ സോഷ്യൽ മീഡിയ വഴി വോട്ട് ചോദിച്ചിട്ട വീഡിയോകൾ ഇപ്പോൾ പലരും കുത്തിപ്പൊക്കിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതെല്ലാം വെച്ച് CPMനെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയത്തിന് താനില്ലെന്ന് പറയുക കൂടിയാണ് ചെന്നിത്തല തന്റെ പ്രതികരണത്തിലൂടെ എന്ന് ചെയ്തിരിക്കുന്നത്. ഇനി സതീശൻ വിരോധികൾക്ക് വേണമെങ്കിൽ ഇതിൽ മറ്റൊരു വാർത്തയ്ക്കുള്ള സ്കോപ്പ് കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അറസ്റ്റിൽ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചതാണല്ലോ CPM. ഇപ്പോൾ സമാനമായ ഒരു കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാൻ ചെന്നിത്തല തയ്യാറായിട്ടില്ല. അങ്ങനെ സതീശൻ ചെന്നിത്തല പോര് മറനീക്കി പുറത്തു വന്നെന്ന് വേണമെങ്കിൽ വിളിച്ചു പറയാം. ഇത് മാത്രവുമല്ല, ഇന്ന് ചെന്നിത്തല നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതിലും അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ കൃത്യമായ ഒരു മറുപടിയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ആ വിഷയത്തിലും ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്തായാലും ചെന്നിത്തല ഇന്ന് ദില്ലിയിൽ നടത്തിയ പ്രതികരണം കാണാം. ഡിവൈഎഫ്ഐ നേതാക്കളെ കൂടി ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കും ഒരു ഉപേക്ഷയില്ലാന്നുള്ളതാണ്. ഇതിനകത്ത് ഓപ്പറേഷൻ തുഫാന് ഒരു രാഷ്ട്രീയവുമില്ല. അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പം എന്നോട് അടുപ്പമുള്ളവരാണെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിൻ്റെ ചെയ്തെങ്കിൽ അവർക്ക് ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റേ പോലീസ് കൊടുക്കുകയുള്ളൂ. ഇതിനകത്ത് ഒരു ശുപാർശ ആരും അംഗീകരിക്കില്ല, ആരുടെ ഇടപെടലും അംഗീകരിക്കില്ല. ഓപ്പറേഷൻ തുഫാൻ അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ ഹവാലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ പിടിയിലായപ്പോൾ വലിയ തോതിൽ വിമർശനം ഉണ്ടായിരുന്നു ഇടത് നേതാക്കളുടെ. ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരും പിടിയിലായിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമല്ല. രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു തലമുറയെ രക്ഷിക്കാനുള്ള നീക്കമാണ് കേരള ഗവൺമെൻറ് നടത്തുന്നത്. മുഖ്യമന്ത്രി അന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നിപ്പോൾ 76ാമത്തെ ദിവസമാണ്. ഈ 76 ദിവസം കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ എൻ്റെ മിടുക്കോ അല്ലെങ്കിൽ പോലീസിൻ്റെ മിടുക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് മിടുക്കല്ല. അതിനപ്പുറമായി ജനങ്ങൾ കേരളം ആഗ്രഹിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണിത്. അത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്.
കാരണം കേരളത്തിലെ യുവതലമുറയെ ഈ ലഹരിയിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ടി വീണയുമായി ബന്ധപ്പെട്ട് ഇഡി കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 3ാം തവണ ചോദ്യം ചെയ്യുന്നു പറയുന്നുണ്ട്. ഇഡിയുടെ റിലീസിൽ തന്നെ പറയുന്നത് തുടർ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ.